എൻ്റെ നിറച്ച് കയറുന്ന വേദനകളിലൂടെയാണ് ഞാൻ പലപ്പോഴും കടന്നു പോകാറുണ്ടായിരുന്നുള്ളത്. ഒത്തിരി വേദനകൾക്കിടയിലും എനിക്ക് എപ്പോഴും ആശ്വാസം ക്രൂശനായ ഈശോയിലേക്കുള്ള എൻ്റെ ഒരു നോട്ടമായിരുന്നു. നമ്മളൊക്കെ ഈ സുവിശേഷം പറയുന്നവരെ ഭയങ്കരമായി ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ നമുക്കിടയിൽ ചില വ്യക്തികളുണ്ട്, അവർ ആരും അറിയാതെ ഒറ്റമുറിയിലിരുന്ന് സുവിശേഷം ജീവിക്കുന്ന ചില പുണ്യജന്മങ്ങൾ. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് സിസ്റ്റർ രശ്മി CMC. ജീവിതത്തിലെ വലിയൊരു സ്വപ്നമായിരുന്നു ഒരു സന്യാസിനിയായി മാറുക എന്നുള്ളത് സിസ്റ്ററിന്. എന്നിട്ട് ഈ സ്ട്രീറ്റിലെ അലയുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിച്ച സിസ്റ്ററിന് അതൊന്നും ചെയ്യാൻ സാധിക്കാതെ സിസ്റ്ററായി ഏതാണ്ട് മാസങ്ങൾ മാത്രം ശുശ്രൂഷ ചെയ്തതിന് ശേഷം രോഗം വന്ന് സിസ്റ്ററിൻ്റെ മസിലുകളൊക്കെ വീക്കായി, ജോയിൻസുകളൊക്കെ വീക്കായി, സഹനത്തെ ദൈവത്തിൻ്റെ പദ്ധതിയായി കണ്ട് പുഞ്ചിരിയോടുകൂടി ഈ സഹനത്തെ നേരിടുകയാണ് സിസ്റ്റർ രശ്മി. എൻ്റെ പേര് സിസ്റ്റർ രശ്മി. വീട്ടുപേര് ചെട്ടിപ്പറമ്പിൽ. ഞാൻ താമരശ്ശേരി ചാവറ ഹോസ്പിറ്റൽ കോൺവെൻറ്റിലെ അംഗമാണ്. എൻ്റെ വീട് പെരുവണ്ണാമൊഴിയാണ്. കുണ്ടുതോടെ PT ചാക്കോ മെമ്മോറിയൽ ഹൈസ്കൂളിലാണ് ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിനുശേഷം ഞാൻ കോൺവെൻറ്റിലെ ചേർന്ന് കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ. എനിക്ക് ചെറുപ്പം മുതലേ സിസ്റ്റർ ആകണമെന്ന ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി ഞാൻ ചെറുപ്പം മുതലേ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടുണ്ട്. +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ തേക്കുംകുറ്റിയിലുള്ള CMC കോൺഗ്രിഗേഷനിലാണ് ചേർന്നത്. അവിടെ ഞാൻ ആസ്പിറൻസി പോസ്റ്റൻസ് നോഷിട്ട് കാലങ്ങൾ ചെലവഴിച്ചു. അതിനുശേഷം ഉടുപ്പിട്ട് എൻ്റെ വിവിധ പ്രവേശന മണ്ഡലങ്ങളിലേക്ക് ഞാൻ യാത്രയായപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ സ്ട്രീറ്റ് ബോയ്സിൻ്റെയൊക്കെ ഇടയ്ക്ക് എനിക്ക് വർക്ക് ചെയ്യണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. എന്നാൽ എൻ്റെ ഉടുപ്പടിയിൽ മെയ് മാസമായിരുന്നു. ആ വർഷം തന്നെ എനിക്ക് ഡിസംബറിൽ ആമവാദത്തിൻ്റെ ചെറിയൊരു ലക്ഷണങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ഞാൻ പല സ്ഥലങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ചാക്ര ഹോസ്പിറ്റൽ താമരശ്ശേരി, കോട്ടയ്ക്കലായൊരു വൈദ്യശാല, മെയിൻബോർഡ്, നിർമ്മല ഹോസ്പിറ്റൽ, മീൻസ്, ബേബി മെമ്മോറിയൽ, ഇവിടെയൊക്കെ ഞാൻ ഒരുപാട് ചികിത്സകളൊക്കെ നടത്തിയിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ ഫലമായിട്ട് എനിക്ക് ഒരുവിധമൊക്കെ നടക്കാനൊക്കെ സാധിച്ചു. ഇപ്പോൾ ഒത്തിരി വേദനകൾക്കിടയിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ക്രൂശനായ ഈശോയോടുള്ള സ്നേഹമാണ് എന്നെ എപ്പോഴും പിടിച്ചു നിർത്താറുള്ളത്. എൻ്റെ നിറച്ച് കയറുന്ന വേദനകളിലൂടെയാണ് ഞാൻ പലപ്പോഴും കടന്നു പോകാറുണ്ടായിരുന്നുള്ളത്. ഒത്തിരി വേദനകൾക്കിടയിലും എനിക്ക് എപ്പോഴും ആശ്വാസം ക്രൂശനായ ഈശോയിലേക്കുള്ള എൻ്റെ ഒരു നോട്ടമായിരുന്നു. ക്രൂശനായ ഈശോ ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സ്നേഹവും ആ വേദനയൊക്കെയാണ് എന്നെ ജീവിതത്തിൽ ഇത്രയും പിടിച്ചു നിർത്തിയപ്പോൾ. ഞാൻ വേദനകൾ കൊണ്ട് ഇങ്ങനെ പിടയുമ്പോഴും ഈശോ കുരിശിൽ കിടന്ന് ഇങ്ങനെ വേദന കൊണ്ട് പിടയുന്ന ഒരു രൂപം എപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ എനിക്ക് എപ്പോഴും അനുഭവപ്പെടാറുണ്ടായിരുന്നു. എല്ലാ ജോയിൻസിനും എനിക്ക് ഇങ്ങനെ പെയിനാണ്. അതുപോലെ തന്നെ ജോയിൻ്റ് എപ്പോഴും സ്റ്റിഫായിട്ടൊക്കെ ഇടയ്ക്കും. രാവിലെകളിലൊക്കെ എപ്പോഴും ഇരിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ എല്ലുകളെല്ലാം ബലം കുറഞ്ഞിട്ട് എനിക്ക് ചിലപ്പോൾ കാലുകൾ ഇങ്ങനെ പൊട്ടുന്ന ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. എല്ലാത്തിലും എന്നെ ശക്തിപ്പെടുത്തുന്നത്, ജീവിക്കാനും സഹിക്കാനും ശക്തി തരുന്നതും ക്രൂശനായ ഈശോയോടുള്ള സ്നേഹവും ആ ഓർമ്മയുമാണ്. എപ്പോഴും ഈ വചനം എൻ്റെ ഓർമ്മയിലേക്ക് വരാറുണ്ട്. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോടെ തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. ഈ വചനം എനിക്ക് നല്ലൊരു ബലവും ശക്തിയുമായി തീരാറുണ്ട്.
സഹനത്തിലൂടെയുള്ള ഈ ദൈവവിളിയിൽ ഞാൻ ഇന്ന് വളരെ സന്തോഷവതിയാണ്. ഈശോയുടെ സ്വരം കേൾക്കാനും മറ്റുള്ളവരെ പലതരത്തിലുള്ള ആശ്വസിപ്പിക്കാനും ഒക്കെ എനിക്ക് സാധിക്കാറുണ്ട്. ഇപ്പോൾ വേദനയെ പുഞ്ചിരിയോടെ നേരിടാൻ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ വേദനകളിലും തിരുവോസ്തിയിൽ മറഞ്ഞിരിക്കുന്ന ഈശോ എന്നെ ബലപ്പെടുത്താറുണ്ട്. വേദനകളൊക്കെ വരുമ്പോൾ ഞാൻ ഈശോയുടെ അടുത്തേക്ക് ഓടി എത്താറുണ്ട്. അവൻ എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. 10 വർഷമായിട്ട് ഞാൻ ഈ ചാവറ ഹോസ്പിറ്റൽ കോൺവെൻറ്റിൻ്റെ വിശ്രമത്തിലാണ്. ഇതുവരെയുള്ള എല്ലാ സഹോദരിമാരും വളരെ സ്നേഹത്തോടും എത്ര ക്ഷമയോടും കൂടെ എന്നോട് എപ്പോഴും പെരുമാറാറുള്ളത്. എപ്പോഴും എനിക്ക് എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അവരുടെ പ്രത്യേക ഒരു പരിചരണം എനിക്ക് ലഭിക്കാറുണ്ട്. ഈശോയുടെ സ്നേഹം ഈ സഹോദരിമാരിലൂടെ ഞാൻ നേരിട്ട് എപ്പോഴും അനുഭവിക്കാറുണ്ട്. ചെറിയ ചെറിയ സഹനം നേരിടാൻ നമ്മളൊക്കെ വൈമുഖ്യം കാണിക്കുമ്പോൾ ജീവിതം മുഴുവൻ സഹനമായിട്ടും അത് ദൈവത്തിൻ്റെ പദ്ധതിയായി കാണുന്ന സിസ്റ്റർ രശ്മി ശരിക്കും എല്ലാവർക്കും ഒരത്ഭുതമാണ്. സഹനം നമ്മുടെ രക്ഷയ്ക്കായി ദൈവം ഒരുക്കുന്ന പദ്ധതിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന കാര്യം സിസ്റ്റർ രശ്മിയുടെ ജീവിതം നമ്മോട് പറയുന്നുണ്ട്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.